യുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ പോർഷന്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനുള്ളത്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ആദ്യമേ ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, രണ്ട് കൊച്ചു കാര്യങ്ങൾ വെച്ചുള്ള കണക്കുകളാണ് ചോദിക്കുന്നത്. സ്ഥിരം നമ്മുടെ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സിനകത്ത് ചോദിച്ചിട്ടുള്ളതാണ്. സീക്വൻസിന്റെ കോമൺ ഡിഫറൻസോ അല്ലെങ്കിൽ സീക്വൻസിന്റെ ബാക്കി ടേമുകളോ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ചില കാര്യങ്ങളും ഒന്ന് രണ്ട് സീക്വൻസിന്റെ അങ്ങനെ കോമൺ ഡിഫറൻസും ബാക്കിയുള്ള ടേമുകൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സീക്വൻസ് എഴുതുകയാണ്. ഇപ്പം എ ബി സി ഡി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആണെന്ന് വിചാരിച്ചു. അതിലെ ഈ മിഡിൽ ടേം ആയിട്ടുള്ള ബി, ഈ നമുക്ക് ഇതിന്റെ ഇടയ്ക്കുള്ള ഈ രണ്ട് എക്കും സിക്കും ഇടയ്ക്കുള്ള ഈ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് ബി എന്ന് പറയുന്ന മിഡിൽ ടേം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എ പ്ലസ് സി ബൈ 2 എന്ന് ചെയ്യാം. ഇത് എന്താണെങ്കിലും ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിലേ ഈ രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. മിഡിൽ ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അതായത് ഈ ഒരു നടുക്കുള്ള ടേം കണ്ടുപിടിക്കണമെങ്കിൽ അപ്പുറത്തുള്ള ഇത് കൂട്ടിയിട്ട് അതിന്റെ പകുതി എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ദാറ്റ് ഈസ് എ പ്ലസ് സി ബൈ 2. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതൊരു കാര്യം. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ചില ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് കോമൺ ഡിഫറൻസ് അറിയത്തില്ലെന്ന് വിചാരിച്ചു. ഇപ്പൊ ഏതെങ്കിലും ഒരു സീക്വൻസിന് ഏതെങ്കിലും ഒരു ടേം തരും. അതായത് ഇപ്പൊ 5th ടേമോ അല്ലെ 6th ടേമോ തരുമായിരിക്കും. പിന്നെ വേറെ ഒരെണ്ണം തരുന്നത് 12th ടേമോ അങ്ങ് ദൂരെ എങ്ങാണോ ഉള്ള വേറൊരു ടേമും തരുമായിരിക്കും. ഈ രണ്ട് ടേം വെച്ചിട്ട് നമ്മളോട് പറയുകയാണ് സീക്വൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും 5 ടേം, ഫസ്റ്റ് 5 ടേമുകൾ എഴുതുക, 6 ടേമുകൾ എഴുതുക, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക തുടങ്ങിയ ചോദ്യങ്ങളിൽ എന്തുണ്ടെങ്കിലും നമുക്ക് അതൊക്കെ ചെയ്യാൻ ഒക്കത്തുള്ളൂ. കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാല് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ടേമും പൊസിഷനും മാത്രം ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു 5th ടേം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ പൊസിഷൻ എത്രയാണ്? 5. 12th ടേം എന്ന് പറഞ്ഞാൽ അതിന്റെ പൊസിഷൻ എന്താണ്? 12. ഓക്കെ, അതുപോലെ ടേം തരും. ഇപ്പൊ 12th ടേം, 5th ടേം 18ഉം 12th ടേം 102 എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഏതെങ്കിലും രണ്ടെണ്ണം തന്നേ ഉള്ളേ. അപ്പൊ ഇതാണെന്ന് അവർ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ തന്നിട്ട് നമ്മളോട് പറയുകയാണ് ഫസ്റ്റ് 5 ടേംസ് ഒക്കെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരികയാണെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സിമ്പിൾ കാര്യമാണ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പദങ്ങൾ ഏതൊക്കെയാണ്? ആ പദം എന്ന് പറഞ്ഞാൽ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അഞ്ചാമത് ഏതാണോ തന്നേക്കുന്നത് അത് ആ ടേമിന്റെ ഏതാണെന്നുള്ളത് അത് എടുത്തെഴുതുക. 18ഉം ഇപ്പുറത്ത് ഏതാണ് തന്നേക്കുന്നത്? അപ്പുറത്ത് തന്നേക്കുന്നത് ഏതാണ്? ഇപ്പം 102 എന്ന് പറയുന്നത് 12th ടേം ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 108 മൈനസ് ഈ 18. ഓക്കെ, തിരിച്ചു ചെയ്ത് നെഗറ്റീവ് വന്നാലും കുഴപ്പമില്ല, എങ്കിലും ഈ വലുത് ചെറുത് കൊടുക്കുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, ഇതിങ്ങനെ വന്നു. ഇനി അടുത്തത് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയാം. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനം. ഇതിന്റെ സ്ഥാനം അറിയാലോ, 12th ടേം ആണ്. അപ്പൊ 12 എന്ത് ചെയ്യുന്നു? 5th, അതായത് 5. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിൽ നമുക്ക് എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് കിട്ടും. ഇത്രയേ ഉള്ളൂ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് മാത്രം ഉള്ളെങ്കിൽ ടേമും പൊസിഷനും മാത്രം, അതായത് ഫസ്റ്റ് ടേമോ അങ്ങനെയുള്ള ഒരു കാര്യവും തന്നിട്ടില്ല. പകരം അവർ എന്ത് തന്നേക്കുന്നു? ഏതോ 2 ടേമുകളും അതിന്റെ പൊസിഷനും മാത്രം തന്നേക്കുന്നു. അത് മാത്രം ഉണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന രീതിയാണ് എന്ത്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സിമ്പിൾ ആണ് കാര്യം. പിന്നെ ഒരിച്ചിരി ശ്രദ്ധിക്കാൻ കൂടെ വേണം. ഇത് കുറയ്ക്കുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു വേണം എത്രാമത്തെ ടേം ആണെന്നൊക്കെ ഉള്ളു. അത് പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇതിന്റെ ബേസിലുള്ള കണക്കുകളാണ്. അപ്പൊ ഇത് നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്ത് നോക്കാം. ടെക്സ്റ്റിനകത്ത് തന്നെ കണക്കുകൾ ചെയ്ത് നോക്കാം. ഓക്കെ, ടെക്സ്റ്റിനകത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. ആദ്യത്തെ 2 ടേം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ഓർഡറിൽ തന്നെ ചെയ്തു വെക്കോണേ, ഞാൻ വേറെ ഓർഡറിലാണ് എഴുതുന്നെങ്കിൽ. ഓക്കെ, 24, 42 തന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള 2 ടേംസ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ആദ്യത്തെ 2 ടേം, ആദ്യത്തെ നല്ല ഏതോ 2 ടേമുകൾ തന്നെ. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇതിപ്പം 3rd പൊസിഷനിലെ 4th പൊസിഷനിലൊക്കെ ആയിരിക്കും. ഇതിന് മുമ്പ് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല.
അത് കഴിഞ്ഞുള്ളത് മാത്രമേ നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളൂ, ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് രണ്ടെണ്ണം ഏതാണെന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകത എന്താ? ഒരു കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ ആഡപ്പ് ചെയ്താണ് പോകുന്നത്, അല്ലെങ്കിൽ ഇതിലൊരു കോമൺ ഡിഫറൻസ് കാണും. അപ്പൊ ആ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ച് കൂട്ടിയാൽ പോരെ. ഇതിന് എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നേ? രണ്ട് അടുത്തടുത്തുള്ള ടേം ഉണ്ടല്ലോ, രണ്ട് അടുത്തടുത്തുള്ള ടേം ഉണ്ടോണ്ട് എന്ത് ചെയ്യാം, അതിൽ നിന്ന് എന്ത് ചെയ്യുക, അത് കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. രണ്ട് അടുത്തടുത്തുള്ള ടേം കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഇപ്പം ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 18. ഓക്കെ, 18 എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ തന്നേക്കുന്ന കോമൺ ഡിഫറൻസ്. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ്. നിങ്ങൾ ഡി എന്ന് മാത്രം എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, 18 ആണ് എന്തെന്ന് മനസ്സിലായി, കോമൺ ഡിഫറൻസ് എന്ന് മനസ്സിലായി. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. കാരണം ആദ്യം ഒരു ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന് ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നു, ഒരു കോമൺ ഡിഫറൻസ് ആണ്, അത് ആഡപ്പ് ചെയ്താണ് പോകുന്നത്. സോ ഇത് കൂട്ടുമ്പം അടുത്ത ടേം എന്ത് വരും? ഇത് കഴിഞ്ഞുള്ള ടേം എന്തായിരിക്കും വരുന്നത്? ഈ 42ന്റെ കൂടെ എന്ത് ചെയ്യണം? 18 എന്ത് ചെയ്യണം? കൂടണം. കൂടുമ്പോ എന്ത് വരും? 60 വരും. സോ ഇവിടുത്തെ ടേം എന്താണ്? 60. മനസ്സിലായോ? എന്ത് ചെയ്ത് പോയാൽ മാത്രം മതി, നമ്മള് തന്നിരിക്കുന്ന ടേമിനെ എന്ത് ചെയ്യുന്നു, അടുത്ത ടേം വെച്ച് എന്ത് ചെയ്യുന്നു, കോമൺ ഡിഫറൻസ് വെച്ച് കൂട്ടി അടുത്ത ടേം കണ്ടുപിടിക്കുന്നു. നമുക്ക് തരാത്തത് അവസാനത്തെ രണ്ട് ടേം, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ടേമുകളായിരുന്നു. അത് കണ്ടുപിടിക്കാൻ എന്ത് മതി? ഇതിന്റെ എത്ര ആണ് കോമൺ ഡിഫറൻസ് എന്ന് കണ്ടുപിടിക്കുക. അത് കൂടിയാണല്ലോ അടുത്തത് പോകുന്നത്. ഇനി ഇതിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂടി അടുത്ത ടേം വരും. സോ അത് എത്ര ആണ് വരുന്നത്? ഇപ്പം 60യുടെ കൂടെ എത്ര കൂടെ വരും? 18 കൂടുമ്പോഴത്തേന് എത്ര വരും? 78 എന്ന് വരും. സോ ഇത്രയേ ഉള്ളൂ സംഭവം. എന്ത് ചെയ്യുന്നു, നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് പിന്നെ തന്നിരിക്കുന്ന രണ്ട് ടേമുകളുണ്ട്. ബാക്കി അവസാനത്തെ രണ്ട് ടേം അല്ലെങ്കിൽ ബാക്കിയുള്ള രണ്ട് ടേമിന്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് നോക്കുക. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് പോയാൽ മതി. ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടുത്ത ടേം കിട്ടും. അടുത്ത ടേം കിട്ടിയിട്ട് അടുത്ത എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ അത് കൂട്ടുമ്പോഴത്തേന് അതിന്റെ അടുത്ത ടേം കിട്ടും. ഇനിയിപ്പോ 78 കഴിഞ്ഞിട്ട് അടുത്തത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അടുത്ത നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമ്മളോട് ചോദിക്കുക അടുത്ത ടേം കൂടെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ കിട്ടി 78ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടി ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഇത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആയോ? ഫസ്റ്റിലത്തേത് മനസ്സിലായോ? ഫസ്റ്റിലത്തെ സിമ്പിൾ ആയിരുന്നല്ലോ. ഓക്കെ, സെക്കൻഡ് ഒരു ക്വസ്റ്റ്യനോട് നോക്കിക്ക്. ഒരു 24ഉം 42 ആണ് അവര് തന്നേക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ ടേമും അറിയത്തില്ല, ഇവിടുത്തെ ടേമും അറിയത്തില്ല. അതിന് എന്താ നമുക്ക് അറിയാവുന്നത്? ഈ രണ്ട് ടേമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ളതും ഈ 42 കഴിഞ്ഞുള്ള ടേമും അറിയത്തില്ല. എന്താ ഇതിന്റെ പ്രത്യേകത? എന്താ ആഡ് ചെയ്താ പോകുന്നത്? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താണ് പോകുന്നത്. ഇവിടെ നോക്കി, ഇവിടെ വരുന്ന ടേം എന്തായിരിക്കും പ്രത്യേകത? ഈ ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അതായത് ഇവിടെ ഉള്ള ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 24 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 24ന് എന്ത് കുറച്ചാൽ മതി? കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ എന്ത് വരും? ഈ തൊട്ട് മുമ്പുള്ള ടേം വരും. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു ടേം അതിന്റെ തൊട്ട് പുറകിലുള്ള ടേം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് 42 മൈനസ് 24. മുമ്പേ നമ്മൾ ചെയ്ത സെയിം സാധനമാണ്. സോ ഉറപ്പായിട്ടും എന്ത് വരും? 18 ആണ് വരുന്നത്. കാരണം നമ്മൾ നേരത്തെ ചെയ്തത് കോമൺ ഡിഫറൻസ് 18 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇയാളെ എത്ര കുറയ്ക്കണം? ഈ 24ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 18 കുറയ്ക്കണം. 18 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. അപ്പം ഈ ടേം എന്താണ്? 6 ആണ്. തൊട്ട് മുമ്പിലുള്ള ടേം എന്താണ്? 6 ആണ്. എങ്ങനെ അത് നമ്മൾ കണ്ടുപിടിച്ചത്? നമുക്ക് വേക്കന്റ് ആയിട്ട് കിടക്കുന്ന, ഫ്രീ ആയിട്ട് കിടക്കുന്ന ഏതാണെന്ന് നോക്കാം. ഫ്രീ ആയിട്ട് കിടക്കുന്നത് ഈ ഇതിൽ മുമ്പത്തെ ടേമും ലാസ്റ്റ് ടേമുമാണ് കണ്ടുപിടിക്കേണ്ടത്. മേളത്തെ ഈ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തൊട്ട് മുമ്പിലുള്ള ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? കുറഞ്ഞാൽ എന്ത് കിട്ടും? അതിന് മുമ്പത്തെ ടേം കിട്ടും. അല്ലെങ്കിൽ ഈ ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? തൊട്ട് മുമ്പിലുള്ള ടേം കിട്ടും. സോ അതെങ്ങനെ കണ്ടുപിടിച്ചു? കോമൺ ഡിഫറൻസ് വെച്ച് ഇത് കണ്ടുപിടിച്ചു. ഇനി ഇത് മാത്രം മതിയോ? ഇതൂടെ വേണം. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ 42ന്റെ കൂടെ 18 കൂട്ടുന്നത് നമ്മൾ നേരത്തെ ചെയ്തതാണ് 60. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം. ക്ലിയർ ആയല്ലോ? സിമ്പിൾ ആണ് കാര്യം. നമുക്ക് തന്നിരിക്കുന്ന കോമൺ ഡിഫറൻസ് നോക്കുന്നു, കോമൺ ഡിഫറൻസ് വെച്ച് കണ്ടുപിടിക്കുന്നു. കോമൺ ഡിഫറൻസ് വെച്ച് എന്ത് ചെയ്യുന്നു? എവിടാണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അത് കണ്ടുപിടിക്കുന്നു. ഇനിയിപ്പം ആദ്യത്തേതിന്റെ ക്വസ്റ്റ്യൻ അത് നോക്കിയേ, രണ്ടെണ്ണം തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മൂന്നാമത്തെ പാർട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നതാണ്.
സോ ആഡ് ചെയ്തു, അടുത്തത് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് കൂടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തന്നിരിക്കുന്ന ടേമിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു പോകുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്തോ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പിലുള്ളത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന് തൊട്ട് മുമ്പിലുള്ളതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഈ സംഖ്യയുടെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ടേം കിട്ടുന്നത്. ഈ ടേം മാത്രമേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ നമ്മൾ ഇത് തിരിച്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഈ ആൻസർ ഇതിന് തൊട്ട് മുമ്പുള്ള ടേം കിട്ടും. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അടുത്തടുത്തുള്ള രണ്ട് ടേംസിലെ ആദ്യത്തേനെ കൊണ്ട് അപ്പുറത്തേനെ കൊണ്ട് തൊട്ട് പുറകിലുള്ളത് കുറച്ച് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ആദ്യത്തെ രണ്ടെണ്ണം തന്നിട്ടില്ല, പകരം അവര് തന്നേക്കുന്നത് ഒരു 24, 42. ഈ സെയിം ഇത് തന്നെ. ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇടുന്നതേ ഉള്ളൂ. അത് ഇവിടെ അടുപ്പിച്ചിട്ടു, ഇനി ഇവിടെ അടുപ്പിച്ചിട്ടു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം ഇല്ല. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതിപ്പോ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനകത്ത് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോമൺ ഡിഫറൻസ് നമ്മുടെ ഉണ്ടെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താണ്? 42 എന്ത് ചെയ്യുക? 24 കുറയ്ക്കുക. 24 കുറച്ച ശേഷം എന്ത് ചെയ്യുന്നു? ആൻസർ കിട്ടുന്നു. ആൻസർ കോമൺ ഡിഫറൻസ് കിട്ടുന്നു. ആ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുന്നതാണ്? പുറമോട്ട് കുറയുമ്പോഴത്തേക്ക് ഈ ടേം കിട്ടും. ഈ ടേം എത്ര ആണ്? ഈ ടേം എത്ര വരും? തൊട്ടുമേലുള്ളത് നോക്കിയാൽ മതി, 6 വരും. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി ഇവിടുത്തെ ടേം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ, ഇവിടെ ഉള്ള ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴായിരുന്നു എന്ത് കിട്ടുന്നത്? 6 കിട്ടുന്നത്. അപ്പൊ തിരിച്ച് ഇത് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് എന്താ കുറയ്ക്കേണ്ടത്? കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നു. ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം? ഈ 6ൽ നിന്ന് എന്ത് കുറയ്ക്കണം? കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 18 കുറയ്ക്കണം. 18 കുറയ്ക്കുമ്പോൾ എന്ത് വരും? -12 വരും അല്ലെ? -12 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ സംഭവം. എന്ത് ചെയ്യുന്നു? നമുക്ക് തന്നിരിക്കുന്ന ടേം ഏതാണെന്ന് നോക്കുക. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തരാത്ത ടേം അല്ലെങ്കിൽ മേളത്തെ രണ്ട് ടേമാണ് നമുക്ക് തരാത്തത്. സോ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ട് പിടിക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് ചെയ്യാമല്ലോ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ. അടുത്ത് നമുക്ക് തന്നേക്കുന്നത് ഒരു 24. ഇതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണേ. കാരണം പുസ്തകത്തിന്റെ എവിടെ നിന്നൊക്കെ ചീന്തിയെടുത്താണ് ഇതൊക്കെ. ഓക്കെ, 24 അതിന്റെ ഇടയ്ക്കുള്ളത് പിന്നെ തന്നിട്ടില്ല. അടുത്തത് 42 തന്നിട്ടുണ്ട്. അപ്പുറത്തേത് തന്നിട്ടില്ല. ഓക്കെ, ഇനിയും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? തരാനുള്ള ടേം എവിടാണ്? ഈ ടേമാണ്. ഓക്കെ, ഈ ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഈ ടേം കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തരേണ്ടത് ഇതായിരുന്നെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കായിരുന്നു. കാരണം ഇവിടെ ഒരാളുണ്ടെങ്കിൽ അയാളുടെ കൂടെ കുറച്ച് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ആ കോമൺ ഡിഫറൻസ് ഇയാളെ കൂട്ടുമ്പോൾ ഇത് കിട്ടുമെന്നൊക്കെ പറയായിരുന്നു. പക്ഷേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ആളുണ്ടോ? ഇല്ല. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. രണ്ടു മൂന്ന് രീതിയിൽ ചെയ്യാം. ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തന്നു. ഏതാണ് ആ വഴി? മിഡിൽ ടേം എന്നുള്ള രീതി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് മിഡിൽ ടേം എന്നുള്ള രീതി വെച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിപ്പോ എയും ഇത് സിയും ആണെന്ന് വിചാരിച്ചു, ഇത് ബിയും ആണ്. അപ്പൊ ബി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എയും സിയും കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ച് വേറൊരു മെത്തേഡിലേക്ക് വരുമ്പോഴത്തേന് ഈ 24 എന്ന് പറയുന്ന നമ്പർ കണ്ടോ? ഇതിന്റെ കൂടെ എത്ര തവണ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് 42 വരുന്നത്? ഈ 24 എന്ന് പറയുന്ന ടേമിന്റെ കൂടെ എത്ര തവണ കോമൺ ഡിഫറൻസ്? ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഒരു തവണ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അപ്പുറത്തെ ടേം കിട്ടും. സോ ഇതിന്റെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 42 കിട്ടി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നമുക്ക്? ഈ ഡി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ഈ 24ന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 18 വരും. ഇപ്പൊ 2d എന്ന് പറയുന്നതാണ് എന്ത്? 18. പിന്നെ ഈ രീതി വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ടേം കിട്ടും. ഇനി ഇതല്ലാതുള്ള വഴി എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഈ മിഡിൽ ടേം എന്നുള്ള രീതി വെച്ച് ചെയ്ത് നോക്കിയേ. മിഡിൽ ടേം എന്നുള്ള രീതി വെച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേന് ഇവിടെ എന്ത് വരും? 42 പ്ലസ് 24/2. കാരണം മിഡിലുള്ള ടേം കണ്ടുപിടിക്കും. ഇതപ്പോ എന്ത് വരും? 42 പ്ലസ് 24
66/2 എന്ന് വരും. 66/2 66/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 33. 66ന്റെ പകുതി 33 ആണ് വരുന്നത്. സോ ഇവിടത്തെ വരുന്നത് എന്താണ്? 33. ഓക്കെ, അപ്പൊ ഇത് 33 ആണെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഇത് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 33 എന്ത് ചെയ്താൽ മതി? 24 എന്ത് ചെയ്യുന്നു? നമ്മൾ കുറയ്ക്കുന്നു. അപ്പൊ അതിൽ നിന്ന് എന്ത് വരും? കോമൺ ഡിഫറൻസ് എത്ര ആണെന്നുള്ളത് കിട്ടും. എത്രയാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വരുന്നത്? 9. സോ 9 ആഡപ്പ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? അടുത്തത് കൂടി പോകുന്നത് നമുക്ക് മനസ്സിലായി. സോ ഇവിടെ വരുന്നത് എത്രയാണ്? 51 ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആയോ? നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ ഏതാ കണ്ടുപിടിക്കേണ്ടത് നോക്കണം. ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഇടയ്ക്കുള്ളതാണ്. അത് ഇടയ്ക്കുള്ള കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമായിരുന്നു? കോമൺ ഡിഫറൻസ് വേണമായിരുന്നു. ആ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ മറ്റേ രീതിയിൽ ചെയ്യുന്നു. മറ്റേ രീതി ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും. ഏത് രീതി ചെയ്യുന്നു? ഈ 24 പ്ലസ് പിന്നെന്താണ് 2 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുമ്പോഴാണ്, അതായത് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുമ്പോൾ എത്ര കിട്ടുമായിരുന്നു? 42 കിട്ടുമായിരുന്നു. ഇതിൽ നമ്മൾ ഡി മാത്രം ഉള്ളതായിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 2d എന്ന് പറയുന്നത് എന്താന്ന് വരും? 18 വരും. ഡി എന്ത് വരും? 18/2 വരും, അതായത് 9 വരും. എങ്ങനെ നോക്കിയാലും നമുക്ക് അവിടെ കോമൺ ഡിഫറൻസ് കിട്ടും. ഇനി അങ്ങനെ അല്ലാതെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് മിഡിൽ ടേം എന്നുള്ള രീതിയിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ചാൽ എന്ത് വരും? ഇവിടെ 33 വരും. ഓക്കെ, അപ്പൊ മറ്റേ രീതിയിൽ കണ്ടുപിടിച്ചാൽ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് 9 കിട്ടും. ഇത് കൂട്ടുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 33 കിട്ടും. അങ്ങനെ കണ്ടുപിടിക്കാം. ഏത് രീതിയാണോ നിങ്ങൾക്ക് എളുപ്പമായത് അല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായത് അത് വെച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. ഇനി അടുത്ത് നോക്കാം. ഓക്കെ, 24ഉം 13 തന്നിട്ടുണ്ട്. 56 കണ്ടുപിടിക്കാനാണോ? ഓക്കെ, അടുത്ത ഒരു കണക്കൂടെ നോക്കാം. പിന്നെ 2 നമ്പർ തന്നിട്ടുണ്ട്. 2 നമ്പർ തന്നിട്ട് പിന്നെന്ത് കണ്ടുപിടിക്കാൻ? ഇടയ്ക്കുള്ള 2 ടേം കണ്ടുപിടിക്കാൻ. അതായത് 24ഉം തന്നിട്ടുണ്ട്, പിന്നെ 2 എണ്ണം തന്നിട്ടില്ല. 42 കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ട്. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? നമ്മൾ മിഡിൽ ടേം എന്നുള്ള രീതി വെച്ച് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പിന്നെ വേറൊരു രീതിയിൽ, അതായത് നിങ്ങളുടെ ഒരു യുക്തി വെച്ചിട്ടുള്ള വേറെ രീതി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത തൊട്ട് മുമ്പ് ചെയ്ത രീതി വെച്ച് നാം അപ്ലൈ ചെയ്ത് നോക്കാം. തൊട്ട് മുമ്പ് ചെയ്ത രീതി എന്തായിരുന്നു? ഇതിന്റെ കൂടെ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയതെന്ന് നോക്കാം. അപ്പൊ 24 എന്ന നമ്പറിന്റെ കൂടെ, ടേമിന്റെ കൂടെ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു? ഇതാണ്ടോ, 1 തവണ, 2 തവണ, 3 തവണ. അപ്പൊ 3 തവണ ആഡ് ചെയ്തപ്പോഴത്തേനാണ്, അതായത് 3 ടൈംസ് ആഡ് ചെയ്തപ്പോഴത്തേനാണ് ഈ 24 എന്ന് പറയുന്ന ടേമിന്റെ കൂടെ 3 ടൈംസ് ആഡ് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? 42 എന്നുള്ള ടേം കിട്ടിയത്. അപ്പൊ അതിൽ നമുക്ക് ഡി കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഡി മാത്രം ഇവിടെ നിർത്താം. ഇതിനപ്പുറത്ത് കൊണ്ടുപോകുന്നു. 3d എന്ന് പറയുന്നത് 3 into d എന്ന് പറയുന്നത് എന്താണ്? 42 മൈനസ് 24, അത് എത്രയാണ്? 18. സോ 3 into d 18 ആണ്. സോ d എന്ത് വരും? d is equal to 18/3. ദാറ്റ് ഈസ് എത്രയാണത്? 6. ഇത്രേ ഉള്ളൂ സംഭവം. കോമൺ ഡിഫറൻസ് കിട്ടി. ഇങ്ങനെ കണ്ടുപിടിച്ചല്ലോ. ഇനി നിങ്ങൾ ഇത് സ്കൂളിൽ x + y എന്നുള്ള രീതിയിൽ ഇക്വേഷൻ ഒക്കെ ആക്കിയാ ചെയ്യുന്നെങ്കിലും ഈ ഒരു സെയിം ഐഡിയ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്യുക? ഈ 42 എന്ന് പറയുന്ന ടേം നമ്മുടെ ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ എത്ര തവണ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് കിട്ടുന്നത് നോക്കുക. എത്ര തവണ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ്? 6 എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് 3 ടൈംസ് കൂട്ടുമ്പോഴാണ് കിട്ടുന്നത്. സോ 3 into d എന്ന് പറയുന്നതിന്റെ അവിടെ ഡിയുടെ അവിടെ എന്ത് വരും? 6 വരും. ഇത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ ആയോ? നമ്മൾ എന്ത് കൊടുക്കുന്നു? ഈ കോമൺ ഡിഫറൻസ് വെച്ച് അടുത്ത ടേം കണ്ടുപിടിക്കുമ്പോൾ ഇത് എത്ര വരും? 30 വരും. അടുത്ത എന്ത് വരും? 30യുടെ കൂടെ അടുത്ത കൂട്ടുമ്പോഴത്തേന് എന്ത് വരും? 36 വരും. അടുത്ത 6 കൂടുമ്പോൾ 42 വരുമോ? കൂട്ടി നോക്കിയേ. 42 വരുമോ? 42 വരും. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? നമ്മൾ എന്ത് ചെയ്യുന്നു? തരാത്ത നമ്പർ ഇത് രണ്ടും ആണ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോമൺ ഡിഫറൻസ് വേണം. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 അടുത്തടുത്തുള്ള ടേമുകളിലെ ആ ഒരു കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതും ഈ നമ്പറുമായിട്ടുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നു. എത്രത്തോളം ഉണ്ട്? 3 ടൈംസ് ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോയാലേ 42 കിട്ടത്തുള്ളൂ. അപ്പൊ 3 ടൈംസ് ഈ 24ന്റെ കൂടെ ആഡ് ചെയ്ത് പോയപ്പോഴത്തേന് എന്ത് വന്നു? 42 എന്ന് പറയുന്ന നമ്പർ വന്നു.
സോ ഡി മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിട്ട് ഡി ഈസ് ഈക്വൽ ടു 18/3 എന്ന് വരും. സോ 6 കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ലൈവ് ഇന്ററാക്ഷന്റെ സമയത്ത് ചോദിക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യനോട് അങ്ങാണ്ടുണ്ട്. അത് നിങ്ങൾ പിന്നെ പുസ്തകത്തിനകത്ത് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ ബുക്ക് എഴുതിയിട്ട് വരിക, അപ്പൊ ആ ക്വസ്റ്റ്യനോട് ചെയ്തിട്ട് വേണം ലൈവ് ഇന്ററാക്ഷനകത്ത് കയറാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യണം. ആ ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത ശേഷം പിന്നെ ഈ നോട്ട്സ് ഒക്കെ അതിൻ്റെ അകത്ത് ബുക്കിനകത്ത് എഴുതുക. എന്തായാലും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതല്ലേ, അപ്പൊ അതുകൂടെ എഴുതിയിട്ട് വേണം ലൈവ് ഇന്ററാക്ഷന്റെ സമയത്ത് വരാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് കോമൺ ഡിഫറൻസ് ടേമിന്റെയും പൊസിഷന്റെയും ബന്ധം വെച്ചിട്ട് കണ്ടുപിടിക്കണം. അതായത് ഇപ്പൊ നമുക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് തേർഡ് പിന്നെ ടേം തന്നിട്ടുണ്ട്, ഒരു സീക്വൻസിന്റെ തേർഡ് ടേം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് നമ്മൾ കോമൺ ഡിഫറൻസും അതിന്റെ ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കാനാണ്. സോ ഇപ്പൊ തേർഡ് ടേം 34 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ സിക്സ്ത് ടേം 67 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, തേർഡ് ടേം 34 എന്നും സിക്സ്ത് ടേം 67 എന്നും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് പിന്നെ ഇതിന്റെ കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം, അതോടൊപ്പം തന്നെ പിന്നെ ഇതിന്റെ ഫസ്റ്റ് 5 ടേംസും കണ്ടുപിടിക്കണം. അതായത് ആദ്യത്തെ 5 ടേംസ് ഏതൊക്കെയാണ്. അതായത് തേർഡ് ടേം തന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ അതിന് തൊട്ട് മുമ്പുള്ള 2 ടേമും പിന്നെ ആ ഇടയ്ക്കുള്ളവന്മാരെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കാം, നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എന്തുണ്ടെങ്കിലും ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലുള്ള രീതി വെച്ചൊന്ന് നോക്കി. ഫസ്റ്റ് ടേം അറിയത്തില്ല, സെക്കൻഡ് ടേം അറിയത്തില്ല, തേർഡ് ടേം അറിയാം. നമുക്ക് എത്ര ആണെന്ന് അറിയാം, 34 ആണെന്ന് അറിയാം. ഫോർത്ത് ടേം അറിയില്ല, ഫിഫ്ത് ടേം അറിയില്ല, സിക്സ്ത് ടേം അറിയാം, 67 ആണെന്ന്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് നേരത്തെ രീതിയിലെ പോലെ കിടക്കുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 34ന്റെ കൂടെ അങ്ങനെ ആഡ് ചെയ്തുള്ള രീതി വെച്ച് അങ്ങനെ ചെയ്യാം. ഓക്കെ, അതല്ലാതെ നമ്മളിപ്പോ പഠിച്ച മാർഗം എന്തായിരുന്നു, ഇതാകുമ്പോ നമ്മൾ എഴുതിയിട്ടൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. മറ്റേതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഇക്വേഷൻ കൊടുത്താൽ മതി. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, കോമൺ ഡിഫറൻസ്, ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ് ഡി. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു എന്താണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള മാർഗം, ടേം ഡിഫറൻസ് മൈനസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, ഇത്രയേ ഉള്ളൂ സംഭവം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാ പറയാ, കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ടേം ഡിഫറൻസ് എങ്ങനെയാ വരുന്നത്, ടേം ഏതൊക്കെയാണ്, 67ഉം 34ഉം. സോ 67 മൈനസ് 34 എന്നുള്ളതാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ അറിയാലോ, ഇത് സിക്സ്ത് ടേം ആണ്, അപ്പൊ പൊസിഷൻ 6, തേർഡ് ടേം ആണ് 3. അപ്പം 6 മൈനസ് 3. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ എത്രയാണ് നമുക്ക് കോമൺ ഡിഫറൻസ് വരുന്നത് നോക്കാം. 67 മൈനസ് 34 ചെയ്തേ, എന്ത് വരും, 33 വരും അല്ലെ. 33 ബൈ 3, 33 ബൈ 3, കാരണം 6 3 കുറയ്ക്കുമ്പോഴത്തേക്ക് 3. 33 ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 11 ആണ്. 11 ആണ് നമുക്ക് എന്ത് വരുന്നത്, കോമൺ ഡിഫറൻസ് വരുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനിയിപ്പോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ബാക്കിയുള്ള 5 ടേം കണ്ടുപിടിക്കാമല്ലോ. ബാക്കിയുള്ള ഫസ്റ്റ് 5 ടേംസ് എങ്ങനെയാ വരുന്നത്, ഫസ്റ്റ് 5 ടേംസ് എന്ന് പറഞ്ഞാല് ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ഉണ്ട്, ഫോർത്ത് ടേം ഉണ്ട്, ഫോർത്ത് ടേമും ഫിഫ്ത് ടേമും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ രണ്ടുകൂടെ കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് നമ്മുടെ കയ്യിലുണ്ട്. എന്ത് ചെയ്താൽ മതി, അങ്ങോട്ട് കൂട്ടുകയും പിന്നെ ഇവിടോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്താൽ മതി. കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, 34 പ്ലസ് 11 ചെയ്യുന്നു, ദാറ്റ് ഈസ് 45. ഓക്കെ, അടുത്ത് ചെയ്യുന്നു 45ന്റെ കൂടെ എന്ത് ചെയ്യുന്നു, 11 ആഡ് ചെയ്ത് പോകുമ്പോൾ 56 വരുന്നു. ഓക്കെ, 56 വരുന്നു. നേരെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് എന്ത് വരുന്നു, 34ൽ നിന്ന് 11 കുറയ്ക്കുന്നു. 11 കുറയ്ക്കുമ്പോൾ എന്ത് വരും, 23 വരുന്നു. തൊട്ടുപുറയിൽ അതുപോലെ തന്നെ 23 എന്ത് കുറയ്ക്കുന്നു, 11 കുറയ്ക്കുമ്പോൾ എന്ത് വരുന്നു, 12 വരുന്നു. കണ്ടുപിടിച്ചല്ലോ, ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിച്ചല്ലോ. സിമ്പിൾ അല്ലേ കാര്യം. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ വെച്ച് എന്ത് ചെയ്യുന്നു, ഈ പിന്നെ
ടേംസ്, അതായത് ഏത് ടേം തന്നിരിക്കുന്നു, തേർഡ് ടേമും സിക്സ്ത് ടേമും തന്നിരിക്കുന്നു. അപ്പൊ ആ രണ്ട് ഐഡിയാസ് അല്ല സോറി ഡാറ്റാസ് വെച്ച് അല്ലെങ്കിൽ ആ രണ്ട് ഇൻഫർമേഷൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുന്നു? ആ രണ്ട് പേരുടെ വെച്ച് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മൾ പഠിച്ചത് എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് തിരിഞ്ഞു പോകല്ലേ. ടേം ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തന്നിരിക്കുന്ന ആ രണ്ട് ടേമുകൾ എടുത്ത് എഴുതുന്നു, അതിന്റെ ഡിഫറൻസ് എടുത്ത് എഴുതുന്നു, ബൈ ആ തിരിച്ച് അതുപോലെ ഇത് തിരിച്ചെഴുതരുത്. ആദ്യം 67/34 എന്ന് എഴുതിയിട്ട് 3 - 6 ഒന്നും എഴുതി വെക്കരുത്. കറക്റ്റ് ആ ഈ നമ്മൾ എടുത്തെഴുതിയേക്കുന്ന ആ പൊസിഷൻ പോലെ തന്നെ എഴുതാവും. ഓക്കെ, ഇവിടെ 6 - 3 ചെയ്യുന്നു, മേലുള്ള ആ ടേം ഡിഫറൻസ് കുറച്ച് എഴുതുന്നു. ആൻസർ എന്ത് ചെയ്യുന്നു? നമുക്ക് ഡി കിട്ടുന്നു. ഡി കിട്ടിയ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡി കൂടി പോകുമ്പോഴത്തേന് ഇവിടുത്തെ രണ്ട് ടേം കിട്ടും. തൊട്ടുപുറത്തെ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ഡി ഈ തന്നിരിക്കുന്നതിൽ നിന്ന് കുറഞ്ഞു പോകുന്നത്. അതായത് ഇത് അടുപ്പിച്ച് ഈ 12ന്റെ കൂടെ 11 ഇങ്ങനെ കൂടിയല്ലേ അടുത്ത ടേം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നത്. അപ്പം അത് കണ്ടുപിടിക്കുന്നു നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന്റെ ഒരു കണക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിന്റെ ബാക്കിയുള്ള കണക്കുകൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്. അത് ചെയ്തുകൊണ്ട് വേണം ലൈവ് ഇന്ററാക്ഷന്റെ സമയത്ത് വരാനായിട്ട്. ലൈവ് ഇന്ററാക്ഷൻ വരുമ്പോൾ അപ്പൊ എന്ത് ചെയ്യുക? ഇതിന്റെ ബാക്കിയുള്ള കണക്കുകളുണ്ട്. ഓക്കെ, അത് ചെയ്തുകൊണ്ട് വരിക. ഇതിന്റെ ബാക്കിയുള്ള അതായത് ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് കിട്ടുന്നു. കോമൺ ഡിഫറൻസ് വെച്ച് എന്ത് ചെയ്യുന്നു? പിന്നെ ടേമുകൾ ഫസ്റ്റ് 5 ടേംസ് അവർ ചോദിച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് 5 ടേംസ് എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. അത്രേ ഉള്ളൂ സംഭവം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ച രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തന്നെയാണ്. ആ ടേം കണ്ടുപിടിക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ സ്പെഷ്യലായിട്ട് എടുത്ത് പഠിച്ചത് ഈ ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും വെച്ചുള്ള കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന മാർഗം പഠിച്ചു. അത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമുക്ക് പരീക്ഷയ്ക്ക് അധികം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പം അത് കണ്ടുപിടിച്ച ശേഷം എന്ത് ചെയ്യുന്നു? ഓരോ ടേമിന്റെയും അല്ലെങ്കിൽ ഓരോ സീക്വൻസിന്റെയും ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ആ ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യനകത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുക. അത് ചെയ്തിട്ട് വേണം ലൈവ് ഇന്ററാക്ഷൻ വരാനായിട്ട്. പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് ലൈവ് ഇന്ററാക്ഷന്റെ സമയത്ത് ചോദിക്കുക. ഇത് സിമ്പിൾ ആണ് കാര്യം. ഉള്ളതിൽ എളുപ്പമുള്ള ചാപ്റ്ററും പെട്ടെന്ന് മനസ്സിലാവുന്ന ചാപ്റ്ററും അരിത്മെറ്റിക് സീക്വൻസിന്റെ ആണ്. സോ അത് വെറുതെ ഉഴപ്പിടിച്ച് കളയരുത്. പിന്നെ പഠിച്ചു തന്നെ പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി പോവുക. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അതുപോലെ ഇനി നേരത്തെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അതായത് നമ്മൾ നേരത്തെ അടുത്ത ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നതും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വരുന്ന ലൈവ് ഇന്ററാക്ഷന് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.